ഒസാക്ക ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാ ഇന്ത്യൻസും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വിസ സബ്മിറ്റ് ചെയ്തിട്ട് ഡിലേ വരുന്നു എന്നുള്ളൊരു കാരണം. അത് എന്തുകൊണ്ടാണ് ആ ഡിലേ വരുന്നത്, ഏതൊക്കെ കൺട്രികൾക്കാണ് ഇപ്പോൾ ഡിലേ ഉള്ളത് എന്നീ വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഡിലേക്കുള്ളൊരു അടിസ്ഥാനപരമായ കാരണം ഉക്രൈൻ വാറും ഇപ്പോൾ ഇസ്രായേൽ വാറും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെ കൺട്രിയിലാണ്, ഏതൊക്കെ ടൈപ്പ് വിസയാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒസാക്ക ഗ്രൂപ്പിൻ്റെ വൺ ഓഫ് ദി വെർട്ടിക്കൽ കമ്പനിയായിട്ടുള്ള ഒസാക്ക എയർ ട്രാവൽസിൻ്റെ മാനേജർ ശ്രീ നന്ദകുമാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നന്ദകുമാറിന് സ്വാഗതം. നന്ദകുമാർ, ഈ കഴിഞ്ഞ കുറച്ച് 2-3 മാസമായിട്ട് കാണുന്നതാണ് ഇപ്പൊ പല കൺട്രികളുടെയും വിസ ഡിലേ വരുന്നു. ഇപ്പൊ നമുക്ക് അതിൽ ആദ്യത്തെ കേസ് നമുക്ക് അയർലൻഡ് എടുക്കാം. ഈ അയർലൻഡ് വിസ നോർമലി നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് എത്ര സമയം കൊണ്ടാണ്, ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എത്ര സമയം കൊണ്ടാണ്? മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ അയർലൻഡ് വിസ വിസിറ്റിംഗ് ടൂറിസ്റ്റ് ഡിപെൻഡന്റ് കാറ്റഗറിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോർമലി 10 to 15 ഡേയ്സിനുള്ളിൽ കിട്ടിയിരുന്ന വിസകളൊക്കെ ഇപ്പോൾ മോർ ദാൻ 2 months വരെ വെയിറ്റിംഗ് പീരീഡ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഉക്രൈൻ ഇസ്രായേൽ വാറിനോടനുബന്ധിച്ച് പശ്ചാത്തലത്തിൽ ഈ റെഫ്യൂജി പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് ഒരു അൺഒഫീഷ്യൽ ഒരു മെസ്സേജ് ആണത്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ഡിലേക്ക് വരുന്നത്. അതുകൊണ്ട് പാസഞ്ചേഴ്സ് എല്ലാം പാനിക്കാണ്. അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പാസഞ്ചർക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു അവയർനെസ് പ്രോസസ്സ് കൊടുക്കുന്നുണ്ടോ? നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ പറയുന്നതനുസരിച്ച് നമുക്ക് പ്രോപ്പർ റിപ്ലൈയും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു റീസൺ കൊണ്ട് UK വിസയ്ക്ക് എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് ഡിലേ വരുന്നുണ്ടോ? UK വിസ നോർമലി നമ്മൾ 30 days ആണ്. ആ 30 daysനുള്ളിലൊക്കെ നമുക്ക് UK നമുക്ക് കിട്ടുന്നുണ്ട്. UK വിസയെ കാര്യമായിട്ട് ബാധിച്ചില്ല. എങ്ങനെയാണ് ഷെങ്കൻ വിസയെ ബാധിച്ചിട്ടുണ്ടത്? ഷെങ്കൻ വിസയും അധികം ബാധിച്ചിട്ടില്ല. നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി ഇപ്പൊ പ്രസന്റ്ലി അയർലൻഡ് വിസയാണ് ഇപ്പോൾ ബാധിച്ചത്, ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് സ്റ്റുഡന്റ് കാറ്റഗറിയിലേക്ക് പോകാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കാനഡ സ്റ്റുഡന്റ് ട്രാഫിക് ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ പോകുന്നു എന്നുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ സ്റ്റുഡന്റ് വിസ കാറ്റഗറിയിൽ കാനഡയെ സംബന്ധിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? കാനഡ വിസയിൽ ഇപ്പോൾ സ്റ്റുഡന്റ് വിസകൾ അത് അവർ പഠന കാലാവധി കഴിഞ്ഞാൽ തിരിച്ചു പോരണം എന്നുള്ളതാണ് അവരുടെ ഒരു ഇമിഗ്രേഷന്റെ റോള്. പിന്നെ അതുകൂടാതെ 35% ലെസ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റുഡൻസിന്റെ എൻട്രി. അപ്പോൾ അവിടുത്തെ ഈ അക്കോമഡേഷൻ സ്റ്റാറ്റസ് ഫിൽ ചെയ്യാനും അതിനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അവർ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇതൊരു ടെമ്പററി ഫിനോമിനൻ ആണോ അത് പെർമനന്റ് ആയിട്ട് വന്നിരിക്കുന്നതാണോ? ഇപ്പൊ ടെമ്പററി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവര് അത് പെർമനന്റ് ആക്കുമോ എന്നുള്ളത് ഇനി അവരുടെ റൂൾസ് ഒന്നും പുതിയ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. ഇതേപോലെ തന്നെ ഓസ്ട്രേലിയ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ? ഓസ്ട്രേലിയൻ വിസകളൊക്കെ ഓസ്ട്രേലിയൊന്നും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. ഓസ്ട്രേലിയക്ക് നോർമൽ ടൈമിൽ തന്നെ വിസ ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നതാണ് ഇപ്പൊ സൗദി നേരത്തെ ഉണ്ടായിരുന്നു ഒരു ഏജ് ബാർ ഉണ്ടായിരുന്നു, 21 വയസ്സ്. അപ്പൊ ആ സൗദിയിൽ വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇപ്പൊ നമ്മൾ ഈ ബിസിനസ് എംപ്ലോയ്മെന്റ് ഒക്കെ ഏജ് ബാർ 21 ഇയർ ആയിരുന്നു, വയസ്സായിരുന്നു. ഇപ്പൊ അത് മാറ്റി അവർ നോർമലായിട്ട് ആഫ്റ്റർ 18 yearsനും ജോലി ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ. സൗദി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നതാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിസ ഓൺ അറൈവലിന്റെ കൺട്രികളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന പാസഞ്ചേഴ്സിന് വിസ ഇല്ലാതെ വിസ ഓൺ അറൈവൽ ആയിട്ടുള്ള കൺട്രികളുടെ എണ്ണം ഇപ്പൊ എത്രയാണത്? നമുക്കൊരു മോർ ദാൻ 50 കൺട്രീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വിസ എടുത്തിട്ട് മോൺ അറൈവലായിട്ട് പോണ വിസകളുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്ന കെനിയാണ്. കെനിയ നമുക്കിപ്പോ ഈ വിസ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് എടുത്താൽ വിസ ഇപ്പൊ നമുക്ക് ഈ വിസ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ കെനിയ January 1st തൊട്ട് കെനിയ അപ്ഡേറ്റ് ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഏറ്റവും വലിയ റൂമറാണ് മസ്കറ്റ് വിസ ഓൺ അറൈവലാണ് ഇന്ത്യൻ പീപ്പിൾ എന്ന് പറഞ്ഞത്. അതെ. പക്ഷെ അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് ഇപ്പോൾ അവിടുത്തെ ഒമാൻ ഗവൺമെന്റ് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ ഇന്ത്യൻസിന് വിസ ഓൺ അറൈവൽ കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻസ് ഉള്ളത് US വിസ ഹോൾഡേഴ്സ്, ഷെങ്കൻ വിസ, അതുപോലെ UK വിസ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് 14 days വരെ ഓൺ അറൈവൽ കിട്ടും. അല്ലാത്തവർ വിസ എന്തായാലും അപ്ലൈ ചെയ്തിട്ട് തന്നെ വേണം പോകാനായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻസ്. തീർച്ചയായിട്ടും വിസ രംഗത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നിരിക്കുന്ന ഒരു അനിശ്ചിതത്വവും വിസ കിട്ടാനായിട്ടുള്ള കാലതാമസം എന്തുകൊണ്ടാണ് ആ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്, ഏതൊക്കെ കൺട്രികളിലാണ് അങ്ങനെ നടക്കുന്നതെന്നുള്ള ഒരു ക്ലിയർ ഇൻസൈറ്റ് ആണ് ഇന്ന് നമുക്ക് നന്ദകുമാർ നമ്മുടെ അടുത്ത് പങ്കുവച്ചിരിക്കുന്നത്.
നന്ദി.